ഒടുവിൽ വി ഡി സതീശൻ വീണ്ടും ജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്ന വിവാദങ്ങൾ, അതായത് KSUവിനെ എതിർത്ത് പറഞ്ഞു, KSU വിദ്യാർത്ഥികളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വി ഡി സതീശൻ്റെ പ്രസ്താവന വലിയ വിവാദമായി. ഒരു വിഭാഗം KSUവിലെ ഒരു വിഭാഗം വി ഡി സതീശനെ അനുകൂലിച്ചെത്തുന്നു, പിന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് വി ഡി സതീശനെതിരായിട്ടെത്തുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നും മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു പ്രസ്ഥാനം എത്തിയിരിക്കുന്നു. അതായത് ഒരു മയപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് പോയി. കാരണം അതിന്റെ പിന്നാലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നു. ഈ ലിസ്റ്റ്, അതായത് ഗവൺമെന്റ് ലീഡർമാരുടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്, നിയമിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു MP പറഞ്ഞിട്ടാണ് ഈ ലിസ്റ്റ്, ഗവൺമെന്റ് ലീഡറെ നിയമിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തതെന്ന് ബാബു, കോൺഗ്രസ് ഒരാളെ നിയമിച്ചത് കാര്യത്തിൽ ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരാണ് എന്നുള്ളൊരു ചർച്ചയായി. പിന്നെ കുറച്ച് ദൂരം അല്ല, ആ സമയത്ത് തന്നെ ചോദിക്കേണ്ട യുവ MP ആണെന്ന് പറഞ്ഞപ്പോൾ ഹൈബീഡൻ അല്ല എന്ന് ആദ്യം തന്നെ ബാബു എടുത്തു പറഞ്ഞു. ഹൈബീഡൻ അല്ല. അപ്പൊ അടുത്ത ചോദ്യം ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലല്ല. അപ്പൊ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ആരാണെന്നുള്ളത്. കാരണം ഇപ്പൊ യുവ MP മാരുണ്ട്, കുറച്ചുപേരുള്ളത് കൊണ്ട് ആരാണെന്നുള്ളൊരു സംശയത്തിന്റെ പുറത്തായിരുന്നു. അപ്പോൾ കുറച്ച് പിന്നാലെയാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡീൻ കുര്യാക്കോസ് MP നേരിട്ട് പറയുന്നു ഞാനാണ് ആ ലിസ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിസ്റ്റ് കൊടുക്കാനുള്ള കാരണങ്ങളും ഒക്കെ എല്ലാത്തിന്റെയും പിന്നിലും ഈ കുറച്ച് ദിവസമായിട്ട് നിന്നുകൊണ്ടിരുന്ന ഈ KSU VD തർക്കം തൽക്കാലം അവസാനിക്കുകയും VD അതിൽ ജയിച്ചിരിക്കുകയല്ലേ ചെയ്തത്. അല്ല, ജയവും തോൽവിയും ഒക്കെ ഇനി ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് ആര് ജയിച്ചു. അല്ല, ഞാൻ ചോദിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ ഒരു മാസം വന്നപ്പോൾ തന്നെ VD സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, അതിലൊരു കാര്യം പ്രഖ്യാപിക്കുന്നു. ആ കാര്യം പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര ചർച്ചയാവും. അത് ചർച്ചയാവുന്നു. VD സതീശൻ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, ഇങ്ങനെ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ VD അതിന് വീണ്ടും ഒരു മറുപടി ആയിട്ട് എത്തുന്നു. അതോടുകൂടി അവിടെ VD സതീശൻ പറഞ്ഞ ഭാഗമാണ് ശരി എന്നുള്ളത് ജനങ്ങൾക്ക് ഒരു തോന്നുന്നു. ആ ഒരു രീതിയിലേക്കാണ് എത്തുന്നത്. അതേപോലെ തന്നെ ആയില്ലേ ഇതും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതുപോലെ തന്നെ ഇതും കാര്യം മുഖ്യം. പക്ഷെ അതിൻ്റെ അകത്തൊരു മാറ്റം കൂടിയുണ്ട്. VD സതീശൻ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം, എനിക്കിപ്പോഴും വിയോജിപ്പുള്ളത്, ഞാൻ വിയോജിപ്പ് പറയുന്നത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളടുത്ത് പറഞ്ഞ രീതി ശരിയായില്ല. KSU അല്ല, അല്ലെങ്കിൽ ഇത്ര ഏറ്റവും സിമ്പിളായി ഈ ഒരു വിഷയത്തിൽ KSU അല്ല ലീഡറെ നിയമിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. KSUവിന്റെ അതൃപ്തി ഉണ്ട് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയേണ്ട മറുപടി ഇതായിരുന്നു, അത് പാർട്ടിക്കകത്ത് ഞങ്ങൾ KSUവുമായി സംസാരിച്ച് തീർക്കും. അല്ലാതെ KSUവിന് എന്ത് കാര്യം, തിരുവനന്തപുരം ലോ കോളേജിലെ KSU കമ്മിറ്റി അല്ല തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതാണ് ഒരു പരിധിവരെ KSUവിലെ പ്രവർത്തകർ അല്ലെങ്കിൽ കുട്ടികൾ അത് വിഷമകരമായി അല്ലെങ്കിൽ നെഗറ്റീവ് അവരെ ബാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇതൊരു പ്രശ്നമായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോട് കൂടിയാണ് ഇതങ്ങ് കത്തിക്കയറിയത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അലോഷ്യസ് സേവ്യർ പിന്നെ ഈ ഒരു പരിപാടിക്ക് ചടങ്ങിന് എത്തിയപ്പോ CMA എന്ന് വിളിച്ചപ്പോ മുഖം കൊടുക്കാതെ പോയത് അത് കാണാതെ ആവണമെന്നൊന്നും തോന്നുന്നില്ല. കാണാതെയാണെന്നൊക്കെ ഉള്ളത് കോൺഗ്രസിന്റെ വാദങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ KSUവിന്റെ ചിലരുടെ വാദങ്ങൾ മാത്രമാണ്. കണ്ടില്ല, തിരക്ക് ഓക്കെ. അതിന്റെ അകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത്, യോജിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പൊതുപരിപാടിയിൽ വെച്ചല്ല ഇത് സംസാരിക്കേണ്ടിയിരുന്നത്. ആ കാര്യം സംസാരിക്കാനാണ് പ്രസിഡന്റ് ശ്രമിച്ചതെങ്കിൽ അത് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അനുവാദം ചോദിച്ചിട്ട് സമയം കൊടുത്തില്ല എന്നുള്ളതും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സംസാരിക്കാനാണെന്ന് പറയാനില്ല. പക്ഷെ ഈ VD സതീശന്റെ ഒരു പെരുമാറ്റം ശരിയായില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടതുപോലെ തന്നെയാണ് നമുക്ക് ആ വീഡിയോകളും വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്നിരുന്നാൽ പോലും KSUവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ രണ്ട് ചേരിയ അഭിപ്രായങ്ങൾ പറയേണ്ട, അത് KSUവിന്റെ അകത്തല്ല, നേതാക്കൾക്ക് പോലും ചില ആളുകൾ പ്രസിഡന്റിനെ അടക്കം പിന്തുണയ്ക്കുന്നു, മുഖ്യമന്ത്രി ചെയ്തത് ശരിയല്ല. മറുവശത്ത് KSU കാര്യങ്ങൾ പ്രകടിപ്പിക്കണമായിരുന്നു, പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ട രീതി ഇതായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. എല്ലാ കാര്യവും കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്കെതിരായി KSUവിലെ പ്രവർത്തകർ, പ്രസിഡന്റ് അടക്കം സംസാരിക്കുന്ന നമ്മൾ കേട്ടു. മറുവശത്ത് ആരും തന്നെ VD സതീശനെ സപ്പോർട്ട് ചെയ്തു തന്നില്ല. എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം മാറി VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ KSU നേതാക്കളും പ്രവർത്തകരും ഒക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ പല ആളുകൾ, അല്ലെങ്കിൽ പല മുതിർന്ന നേതാക്കളും അതുവരെ മൗനം പാലിച്ചിരുന്നവർ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അലോഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് സ്ഥാപിത താല്പര്യം എന്ന് പറയുന്നു. ഇപ്പൊ മുബാസ് വരെ പറയുന്നുണ്ട്, സ്ഥാപിത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇത്ര. ഇത് KSUവിന്റെ നിലപാടല്ല പ്രസിഡന്റ് പറയുന്നതെന്ന് പറയുമ്പോൾ ഇത് സംഘടനയ്ക്ക് അകത്ത് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ അകത്ത് തോന്നിയ ഒരു കാര്യം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയേണ്ടത് KPCCയിലോ മുഖ്യമന്ത്രിയോടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നില്ല പ്രതികരണങ്ങൾ നടത്തേണ്ടത്. ഞങ്ങൾ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ധിക്കാരികളെന്ന് വിളിച്ചാൽ ഞങ്ങൾ ധിക്കാരികൾ തന്നെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസിഡന്റ് ഒരു വിഭാഗം KSUവിന്റെ അകത്ത് തന്നെ മറുചേരി, തനിക്കെതിരായ ഒരു ചേരി രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ മയപ്പെട്ടത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പല വിഷയങ്ങളിലും കഴിഞ്ഞ ദിവസം വരെ വളരെ കോൺഫിഡന്റ് ആയി സംസാരിച്ചു കൊണ്ടിരുന്ന അലോഷ്യസ്
ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ തപ്പലുണ്ട്, പല വിഷയങ്ങളിലും ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖം തന്നില്ല എന്ന് പറയുമ്പോഴും കാണാൻ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ തന്നെ ന്യായീകരിക്കുന്നുണ്ട്, തിരക്കുകൾ കൊണ്ടായിരിക്കും, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ തഴയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ അവിടെ പോകുമ്പോൾ പൊതുപരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ അലോഷിക്ക് ഒരു കസേര കിട്ടാതിരിക്കുകയും താഴെ ചേർന്ന് തന്നെ ഒരു കസേര എടുത്തിട്ടിരിക്കുമ്പോൾ അതുപോലും മറ്റൊരു തരത്തിൽ വിവാദമാക്കുന്നു. അലോഷി ഒഴിവാക്കിയതാണോ എന്നൊരു രീതിയിൽ പോലും ചർച്ചകൾ വളരെ വലുതായി വരുമ്പോൾ അതേ വേദിയിൽ VM സുധീരൻ പറഞ്ഞു പ്രതികരിക്കണം, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളിലും സുധീരനും ജിൻഡോ ജോണും ഒക്കെ എടുത്ത ഒരു നിലപാട് VD സതീശനെതിരായിട്ടായിരുന്നു. അതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഇപ്പൊ നേരത്തെ ഈ KSU ആയിട്ടുള്ള തർക്കം ഉടലെടുത്ത് ഉടനെ തന്നെ പറഞ്ഞത് വേറൊരു വേർഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം KSU നേതാക്കളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, അതായത് VDക്കെതിരായ ഒരു നീക്കമാണോ ഇത്, VD എന്തെങ്കിലും പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുകയോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും പ്രതികരിച്ചു തുടങ്ങുന്നു. അപ്പൊ ഇതിപ്പോ ഇത്തവണ KSU വഴിയാണ് വന്നതെന്ന് മാത്രം, അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. നേതാക്കൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഗ്രൂപ്പുകളല്ല, നേതാക്കളുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ ശക്തമായ ഇപ്പോൾ VD സതീശന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും VD സതീശനുമായി അല്ലെങ്കിൽ VD ഗ്രൂപ്പിലുള്ളവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാര്യം അവർക്ക് അത്രത്തോളം അടുപ്പമുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും KSUവിന്റെ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിന്നെ യുവാക്കൾക്കൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കൂടെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയ ആളാണ്, അല്ലെങ്കിൽ സീറ്റിന് വേണ്ടി വാശി പിടിച്ച ആളുടെ പേര് VD സതീശൻ എന്നായിരുന്നു. അപ്പോൾ അതേ ആൾക്ക് വേണ്ടി KSUവിലും യൂത്ത് കോൺഗ്രസിലും, ഇനി യൂത്ത് കോൺഗ്രസ് ഒരു ആരോപണവുമായി വരട്ടെ, അപ്പോഴും VD സതീശന് വേണ്ടി സംസാരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാകും. കാര്യം അത്രത്തോളം അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും യുവാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ചേർന്ന് നിൽക്കുകയും മറുവശത്ത് ഒരു ചേരിയായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും അലോഷി ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു, അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ തനിക്കെതിരായ ഒരു ചേരി രൂപപ്പെടുമ്പോൾ അവിടെ സൈലന്റ് ആകില്ല. കാര്യം ഞാനാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ എനിക്ക് പറയേണ്ട കാര്യം പറയുന്നു, ഇനി എന്നെ പ്രസിഡന്റ് കൂടിപ്പോയാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കും, അതിനപ്പുറത്തേക്ക് എന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. കാര്യം അത്ര മോശപ്പെട്ട കേസല്ല, സർക്കാരിനെതിരെ വിമർശിച്ചു, നിലവിലെ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനും പോകുന്നില്ല, അത് വേറൊരു വിവാദമാകുമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മയപ്പെട്ടത്? പിന്നിലൊരു നേതാവ് ഉണ്ട് എങ്കിൽ ആ നേതാവ് പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഒന്നിലധികം നേതാക്കൾ ഉണ്ടോ, ഇതിന്റെ പിന്നിൽ ആരാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ചോദ്യങ്ങളും പോകുന്നത് എങ്ങോട്ടാണ്? കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്തേക്ക് തന്നെയാണ്. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. SFIയുടെ പിന്തുണ SFI പറയുന്നുണ്ട്. അപ്പോൾ SFIയുടെ പിന്തുണയുടെ ആവശ്യമില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ എന്ത് കാണിച്ചാലും അതിനെ മൗനമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന SFIയുടെ പിന്തുണ KSUവിന് വേണ്ട. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഒരു അഭിമാനം തോന്നുന്നത് തെറ്റ് കണ്ടാൽ തിരുത്താൻ KSU അല്ലെങ്കിൽ യുവജന സംഘടനകൾ ഉണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കണം. സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ സംഘടനകൾ അതിന് സന്നദ്ധരാണ് എന്ന് കൂടി സർക്കാർ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കണം. യുവജന സംഘടനകൾ മാത്രമല്ല, മുതിർന്ന നേതാക്കൾ വരെ എത്തുന്നുണ്ട്. അതായത് ഇപ്പൊ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ മുതിർന്ന നേതാക്കൾ തന്നെ നേരത്തെ രംഗത്ത് എത്തിയിരുന്നു. അല്ല ഏട്ടാ, അതിന്റെ അകത്ത് വേറൊരു കാര്യം ഉണ്ടല്ലോ, കോൺഗ്രസ് എപ്പോഴും ജനാധിപത്യ പാർട്ടിയാണ്, അതിജനാധിപത്യമാണ്. എല്ലാ കാര്യത്തിലും ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങൾ എല്ലാവരും പറയും, അത് സ്വാഭാവികമാണ്. എന്നാൽ KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലോ. കാര്യം അധികാരത്തിലേക്ക് വരുമ്പോൾ എല്ലാ പ്രശ്നവും തീരുമെന്ന് വിചാരിച്ചെടുത്താണ് അധികാരത്തിൽ വന്നാലും ഞങ്ങൾക്ക് പറയേണ്ടത്. അത് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ എന്നുള്ളതല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നത് അത് സർക്കാരിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. തെറ്റ് ചെയ്താൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും ഭരണപക്ഷത്തിന്റെ മറ്റ് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ അടക്കം മുന്നിൽ ഉണ്ടാകും തന്നെയാണല്ലോ. ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുമ്പോഴും ഇത് ഒരു കൊള്ളാമെന്നുള്ളൊരു തോന്നും. കാരണം ഈ പ്രസ്താവന ഒന്നും അധികം ഒന്നും വരാത്തതാണ്. കാരണം സ്വന്തം പാർട്ടിയിലെ നേതാവിനോട് ആണ് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നൊക്കെ. പക്ഷെ അത് പിറ്റേ ദിവസം മാറുന്നു. എന്തായാലും 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു. പക്ഷെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോ അധികാരത്തിൽ വന്നതിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിറഞ്ഞു നിൽക്കുന്നത് VD സതീശനും അല്ലെങ്കിൽ UDF നേതാക്കളും എല്ലാമാണ്. ഇപ്പോൾ അതായത് ചിത്രത്തിലേ ഇല്ല പ്രതിപക്ഷം, അതായത് LDFന്റെ ഭാഗമേ ഇല്ല, ആരില്ല, എല്ലാവരും എവിടെ പോയെന്ന് പോലും അറിയില്ല. നിയമസഭ ഉണ്ടായിരുന്നപ്പോ പോലും അവിടെ നിന്നും അടി കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ LDFന്റെ ഒരു സ്വരം പോലും കേൾക്കാനില്ല. അല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും നിൽക്കുന്നത് UDF. അല്ല, അതാ ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷവും ഭരണപക്ഷവും വിമർശിക്കുന്നതും തീരുമാനമെടുക്കുന്നതും എല്ലാം UDF
എന്ന രീതിയിലേക്ക് അവർക്കൊരു പോയിട്ടുണ്ട്. റോളും ഇല്ലാത്ത പോലെയായി. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും പറയാനതിന് മുമ്പ് ഇവിടെ തന്നെ പ്രതികരണം വരുന്നു, അവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഇതൊക്കെയാണ്. ഇപ്പൊ ഇതിനകത്ത് മാധ്യമങ്ങളിലെ ശ്രദ്ധയിൽ പോലും പെടാതെ ഇങ്ങനെ ഒരു ഇത് മാറി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവും മറ്റേ LDF-ന്റെ മറ്റ് MLA-മാരും എല്ലാവരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന്റെ തന്നെയാണ് നേട്ടം. കാരണം കേരളത്തിലെ മലയാളികൾക്ക് ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ഓരോ ദിവസവും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് UDF ആണ്, കോൺഗ്രസിന്റെ ഭരണമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു ഉറച്ച പ്രതിപക്ഷമാകാൻ കഴിഞ്ഞിട്ടില്ല. CPI-യും CPM-ഉം തമ്മിൽ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സമവായത്തിലെത്താൻ അവർക്ക് കഴിയാത്തത് ഇതിലൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ പല വിഷയങ്ങളിലും തിരിഞ്ഞു കൊത്തും, വാ തുറന്നാൽ ഞങ്ങൾക്ക് തിരിഞ്ഞു കൊത്തും എന്നുള്ളതുകൊണ്ട് പല വിഷയത്തിലും മനഃപൂർവ്വം പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ജിൻഡോ ജോണിനെ ഒന്നും ഇനി ചർച്ചകളിൽ പങ്കെടുപ്പിക്കേണ്ട കാര്യം, ആ പാർട്ടിക്കെതിരായ നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്ന ആളുകളെ പിന്നീട് പാർട്ടിയുടെ ഒരു കാര്യത്തിൽ ന്യായീകരിക്കാൻ കൊണ്ടിരുത്തുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ജിൻഡോ ജോൺ പറയുന്നത് നിലപാടാണ്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നു, അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ചർച്ചകൾ നടത്തുന്നു, മുഖ്യമന്ത്രി ചർച്ചകൾ വരുമ്പോൾ തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങുന്നു, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് സ്വന്തം പാർട്ടിക്കകത്തെ തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പാർട്ടിക്കകത്ത് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കണം എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയായ രീതിയല്ല. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന പലരും ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് കൊണ്ടും ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിൽ നിൽക്കുന്നത്. അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ കഴിയുന്നില്ല എങ്കിൽ, അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അവർ കോൺഗ്രസിൽ നിലനിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, CPM-ലോ അല്ലെങ്കിൽ BJP-ലോ പോയാൽ മതിയല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ്.